ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത മാറാത്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ ദിവ്യ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യം. ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. മൈ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യു, സെസ് ദ ലോർഡ് ഹൂ ഹാസ് കമ്പാഷൻ ഓൺ യു. കർത്താവിൻ്റെ കരുണ എന്നും എക്കാലവും കൂടെയുണ്ടാകും എന്നതാണ് ഈ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. നാം പാടി പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, ആ സ്നേഹമാണ്, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. കർത്താവിൻ്റെ ചാരത്തേക്ക് നമ്മൾ ഒന്നടുത്തു നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചറിവാണ്, ഗോഡ് ഈസ് ഓൾ അബൌട്ട് ലവ്. സ്നേഹമാണ് കർത്താവ്. വീഴുമ്പോൾ താങ്ങി നിർത്തുന്ന, വഴികളിൽ കൈ പിടിക്കുന്ന, തളർച്ചയിൽ തോളിലേറ്റുന്ന, എൻ്റെ ഉത്കണ്ഠയിൽ എനിക്ക് താരാട്ടാകുന്ന കർത്താവിൻ്റെ സ്നേഹം. കർത്താവിൻ്റെ ഉടമ്പടിയുടെ സ്നേഹത്തെ നമ്മൾ പ്രത്യേകം ഈ ദിവസം ധ്യാനിക്കട്ടെ. നമ്മൾ പിന്മാറിയാലും പിന്മാറാത്ത, ഉടമ്പടിയിൽ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ കർത്താവ്. ഈ നോമ്പുകാലം നമുക്ക് വീണ്ടും ഉറപ്പ് നൽകുകയാണ്, കർത്താവിൻ്റെ സ്നേഹം മാറാത്തതാണ്. ഗോഡ്സ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ സിൻ, സഫറിങ് ആൻഡ് ഫിയർ. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് ഈ മേഖലകളിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാം. ഗോഡ്സ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ സിൻ, സഫറിങ് ആൻഡ് ഫിയർ. എൻ്റെ പാപാവസ്ഥയിൽ കർത്താവിൻ്റെ സ്നേഹം കരുണയായി ഞാൻ അനുഭവിക്കട്ടെ. എൻ്റെ സഹന നേരങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം സൗഖ്യമായി ഞാൻ അനുഭവിക്കട്ടെ. എൻ്റെ ഭയങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം പ്രകാശമായി, ധൈര്യമായി ഞാൻ അനുഭവിക്കട്ടെ. പൗലോസ് പറയുന്നു, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us from the love of God
ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഒരു പാപത്തിനും ഒരു സഹനത്തിനും ഒരു ഭയത്തിനും കർത്താവിലുള്ള നമ്മുടെ ആശ്രയത്വത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ കരുണയെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ എൻ്റെ ജീവിതം നങ്കൂരം ഇടട്ടെ. എല്ലാം ഇളകുമ്പോൾ, എല്ലാം തകരുന്ന ലക്ഷണം കാണിക്കുമ്പോൾ, കർത്താവേ എന്നോടൊപ്പം നീ ഉണ്ടാകണമേ. ഞാൻ നിന്നിൽ ആശ്രയം വയ്ക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.